ഞങ്ങൾ നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി. ഞങ്ങൾ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഞങ്ങൾക്ക് ആകെ ചിലവ് വന്നത് ഒരാൾക്ക്, പക്ഷേ ഇപ്പം ഫ്ലൈറ്റ് റേറ്റിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് പോയി വരാൻ 156 മാത്രമായിട്ടുള്ളൂ. 1.5 മണിക്കൂറാണെന്ന് തോന്നുന്നു. 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഒമാൻ മസ്കത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഓണറബിൾ സെക്ഷനിലോട്ട് പോയില്ല. ഞാൻ നേരെ പോയത് നമ്മളെ എന്താ പറയുക, എമിഗ്രേഷൻ സെക്ഷനിലോട്ട് തന്നെ ഡയറക്റ്റ് പോയി. അപ്പോൾ അവിടെ നമ്മളോട് വിസ പ്രൊസീജിയറൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വിസ ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ. അങ്ങനെ അത് പുള്ളി വേറെ ആളോട് ചോദിച്ചതിന് ശേഷം കൺഫർമേഷൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് എനിക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് എന്തായി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എയർപോർട്ടിൽ നിന്ന് പറയുമ്പോൾ അനിയൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ ജസ്റ്റ് റൂമിലോട്ട് പോകുന്ന വഴി തന്നെ ഞങ്ങൾ ഓയോയിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ എയർപോർട്ടും റൂമും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ ഇവിടെയും ഇമ്രാത്തിലും കുറേ കച്ചവടക്കാരുണ്ട്. പക്ഷെ അവിടുത്തെ കച്ചവടം ചെയ്യുന്നത് അവിടുത്തെ ഒമാനി ലോക്കൽസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ റൂമിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങൾ ഫസ്റ്റ് ഡേ പോകുന്നത് കാബൂസ് ഗ്രാൻഡ് മോസ്കിലോട്ടാണ്. അത് ഞങ്ങൾ റൂമിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ബസ് സ്റ്റേഷനിലോട്ട് ടാക്സിയിലാണ് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഗ്രാൻഡ് മോസ്കിലോട്ട് ബസ്സിനും പോയി. ബസ്സിന് ഓരോ ആൾക്ക് വരുന്നത് 200 പൈസയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചിങ്ങനെ യാത്ര പോയി. നമ്മൾ പള്ളീൻ്റെ അടുത്തെത്താനായി. പള്ളീൻ്റെ അടുത്തല്ല ബസ് സ്റ്റോപ്പ് ഉള്ളത്, അവിടെ എന്തോ പണി നടക്കുന്നുണ്ട് തോന്നുന്നത് ആ സമയത്ത്. സോ അവർ കുറച്ചും കൂടി ദൂരെയാണ്. പള്ളീൻ്റെ ദൂരെ മീൻസ് കുറച്ച് നടക്കാനുള്ള ദൂരം ആ ഒരു ഭാഗത്തായിട്ടാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ അവിടെ നിന്ന് പള്ളിയിലോട്ട് നമുക്ക് കുറച്ച് നടക്കണം. ഒരുപാടില്ല കേട്ടോ, ജസ്റ്റ് നടക്കാവുന്ന ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് പള്ളിയിലെ കാഴ്ച കാണാം. അങ്ങനെ ഞങ്ങൾ പള്ളിൻ്റെ അകത്തോട്ട് കയറി. പക്ഷെ അകത്തോട്ട് കയറുമ്പോൾ സെക്യൂരിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു മുസ്ലിംസ് ആണോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ വിസിറ്റിങ്ങിന് ടൈമുണ്ട്. മീൻസ് മുസ്ലിംസ് അല്ലാത്തവർക്ക് കടക്കാൻ ഓരോ സമയം കൊടുക്കുന്നുണ്ട് തോന്നുന്നു, രാവിലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നിസ്കരിക്കാനും കൂടി അത് കയറ്റി വിട്ടവർ. അപ്പോൾ ജസ്റ്റ് ആ ഒന്ന് സമയം ഒന്ന് ഞങ്ങൾ കൺഫേം ചെയ്യണം പോകുന്ന മുമ്പായിട്ട്. ഈ ഡോർമിലുള്ള ആ ഒരു കൊത്തുപണിയൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. അത് ജസ്റ്റ് നമുക്ക് ആ തൊടുമ്പതും എല്ലാം നല്ല ഭയങ്കരമായിട്ട് നല്ല ഫീലാവും. കാണാൻ എന്ത് ഭംഗിയാണ്, എത്ര ഭംഗിയിലാണ് കൊത്തി വെച്ചത്, അത്രയും ഹൈറ്റിലുള്ള ഡോറ്. അതേപോലെ തന്നെയാണ് അതിൻ്റെ താഴെയുള്ള കാർപ്പറ്റ് ആണെങ്കിലും ടൈൽസ് ആണെങ്കിലും എല്ലാത്തിലും ഒരു നല്ല അത്ഭുതമുണ്ട്. എപ്പോഴും മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലീനിങ്ങും എല്ലാത്തിനും ആൾക്കാരുണ്ട്. അതിൻ്റെ ലൈറ്റും ഓരോന്നെടുത്ത് പറയണം, നല്ല അടിപൊളിയാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക. അവിടെ നല്ലൊരു വൈബാണ് അവിടെ.
അങ്ങനെ ഞങ്ങൾ പള്ളിയിലെ ഒരുവിധ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, നല്ല വിശപ്പുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഷറഫ് ഡിജയിൽ അതേപോലെ തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോറൂം ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഐഫോണിൻ്റെയും സാംസങ്ങിൻ്റെയും ആപ്പിളിൻ്റെ ഒക്കെ പുതിയ വാച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തപ്പി നോക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഭക്ഷണം നോക്കി നടന്നിട്ട് അവിടെയാണെങ്കിൽ ബ്യൂട്ടി സെൻറ്റർ, അതേപോലെ തന്നെ ഈ സലൂണ്, റെൻ്റേ കാറ്, അങ്ങനെയുള്ള ഓരോ ഷോപ്പുകളല്ലാതെ ഫുഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, കഫ്തേരിയ തപ്പി നടക്കായിരുന്നു ഞങ്ങൾ. ഇവിടെ മലയാളി റെസ്റ്റോറൻറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല, നിങ്ങൾ ഏതോ കാട്ടുമുക്കിലാണുള്ളത്, അതുകൊണ്ടായിരിക്കാം കുറേ നേരമായിട്ട് മലയാളി ഒരു റെസ്റ്റോറൻറ്റ് കാണും. അങ്ങനെ വട്ടം ചുറ്റിയിട്ട് ലാസ്റ്റ് പള്ളിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്, ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് കിട്ടി. അത്യാവശ്യം നല്ല ഫുഡ് ക്വാണ്ടിറ്റി, നല്ല സർവീസ് എല്ലാം ഉള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലായിക്കോട്ടെ, അതെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ആയിക്കോട്ടെ, ഇവിടെ ഈ കട്ടൻ ചായ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഞങ്ങൾ ചായ കുടിച്ചു, ഇങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. നമ്മളിന്ന് കഴിച്ച ഫുഡിൻ്റെ ഹോട്ടല് നല്ല സർവീസാണ്, നല്ല ഫുഡ്. പോകുമ്പോൾ വീണ്ടും ഒരു ചായയും കുടിച്ച് ഫ്രീ ആണ്. അതുപോലെ UAE പോലെ മീറ്റർ ഒന്നുമില്ല ടാക്സിക്ക്, കൂടുതലും ഷെയറിംഗ് ടാക്സി ആയിരിക്കും. ഞങ്ങൾ മത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാമത്തെ ടാക്സിയിലാണ് ഞങ്ങൾ വില പേശി ബാർഗെയിൻ ചെയ്യണം കേട്ടോ. അവിടുത്തെ ടാക്സിയിൽ ബാർഗെയിൻ ചെയ്ത് മൂന്നാമത്തെ ടാക്സിയിലാണ് ഞങ്ങൾ എത്തിയത്. അതിൽ ഓൾറെഡി 2 പേര് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തുന്ന മുമ്പായിട്ട് ഇറങ്ങി. അങ്ങനെ ഡ്രൈവറൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പരിചയപ്പെടാനൊക്കെ തുടങ്ങി. ആൾ UAE എവിടെയാണ്, പിന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ അറിയുന്ന അറബി വെച്ചിട്ട് കുറച്ചൊക്കെ സംസാരിച്ച് ഞങ്ങളിങ്ങനെ അവിടെ എത്താനായി. كيف كيرلا؟ هناك برابر اكل كله رود مشكله زحمه هناك انا وقف 1 شهر. عايشة؟ إن شاء الله. سيلاري هناك برابر ولا كيف؟ مشان دبي. دبي شو؟ سيلاري برابر؟ الحمد لله برابر. അങ്ങനെ ഞങ്ങൾ മത്രയിലെത്തി കഴിഞ്ഞിട്ട് അവിടുത്തെ മെയിനായിട്ട് ഞങ്ങൾക്ക് കാണാൻ ഇന്ന് കവർ ചെയ്യാനുള്ളത് അവിടുത്തെ മത്ര കോർണീഷാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന കോർണീഷിൽ അവിടെ ആയിരിക്കുന്ന സുൽത്താൻ്റെ കപ്പലാണ് അത്രേ. പക്ഷെ അത് കുറേ കാലമായിട്ട് ഇവിടെ തന്നെ ഉള്ളത്, ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞ്. ഇനി പിന്നെ കാണാനുള്ളത് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് സൂക്ക് ഉള്ളത്. അപ്പോൾ സൂക്കിലോട്ട് പോകണം. സൂക്ക് കഴിഞ്ഞിട്ട് ഫോർട്ടിലോട്ട് പോകണം. അവിടെ ഒരു ഫോർട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവിടുത്തെ മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് അവിടുത്തെ ഫേമസ് ആണ്. അപ്പോൾ മാർക്കറ്റിലോട്ടും പോകണം. അപ്പോൾ മാർക്കറ്റ് ഈവനിങ് ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ മാർക്കറ്റും കവർ ചെയ്തിട്ട് ജസ്റ്റ് പിരിയാനുള്ള പരിപാടിയാണ്. അത്ര സൂക്കിലോട്ട് പോകുന്ന വഴിയെടുത്ത് തന്നെ വഴിയോരത്ത് കുറേ ഒരു പഴയ ആൻറ്റിക് പ്രൊഡക്ട്സ് കുറേ വെച്ചിട്ടുള്ള കുറേ ഷോപ്പുകൾ കാണാം. അതേപോലെ തന്നെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് പുറത്ത് ഡിസ്പ്ലേ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഈ റൂട്ടിലൂടെ തന്നെയാണ് നമ്മൾ മത്ര സൂക്കിൻ്റെ അകത്തോട്ട് കയറേണ്ടത്. അപ്പോൾ ആ ഒരു പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ.
ഇപ്പോൾ സൂക്കിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് മത്ര ഫോർട്ടിലോട്ട് പോവുകയാണ്. മത്ര ഫോർട്ടിൽ നമ്മൾ സ്ട്രൈറ്റ് പോകുന്ന റൂട്ടിൽ നിന്ന് മെയിൻ റൂട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് തെന്നിയിട്ട് പിൻവശത്ത് കൂടെ പോയപ്പം നമുക്ക് നാട്ടിലൊക്കെ ഉള്ള അതേ മാർക്കറ്റിലൊക്കെ ഷോപ്പുകൾ പോലെ ഒരുപാട് ഷോപ്പുകൾ അവിടെ നല്ല ഭംഗിയിലുണ്ട്. കുറേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനൊന്ന സാധനങ്ങളൊക്കെ അവർ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലൂടെ ഒക്കെ പോയപ്പം കുറച്ചൊക്കെ ഒരു ഇടുങ്ങിയ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റി, പഴയ ബിൽഡിങ്സൊക്കെ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഫോർട്ടിലോട്ട് എത്തുന്നതിൻ്റെ മുമ്പായിട്ടാണ് ഇതൊക്കെ. ഫോർട്ടിൻ്റെ അകത്തോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് വരുന്നത് അതർ നാഷണാലിറ്റിക്ക് 2 റിയാലാണ് വരുന്നത്. അതേപോലെ തന്നെ കുട്ടികൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടിക്ക് 1 റിയാലാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരു അടിപൊളി ലാൻഡ് റോവറിൻ്റെ വണ്ടിയിൽ ഇനി അതിൽ നടക്കാനൊന്നുമില്ല. അതിൽ കസേര, ബക്കറ്റ്, സൈക്കിള് എന്തെല്ലോ ഉണ്ട്. അതിൽ പൂച്ചയൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ബെഡ്, കംഫോർട്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ. നമ്മൾ ഈ വെള്ളപ്പൊക്കം ഒക്കെ ഉള്ള സമയത്ത് എന്തോ വേഗം വണ്ടി എടുത്ത് പോകാൻ നോക്കിയിട്ട് എന്ത് പറ്റിയെന്ന് നമുക്ക് മനസ്സിലാവണില്ല. പക്ഷെ അത് കുറേ കാലമായിട്ട് അങ്ങനെ കിടക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മസ്കത്തിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം മുന്നേ ഉള്ള ബിൽഡിങ്സൊക്കെ അവർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന അതേ ഒരു പാറ്റേണിൽ തന്നെ ഒരുപാട് ബിൽഡിങ്സ്, പഴയ ബിൽഡിങ്സ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ടാക്സിക്കാണ് വന്നത്. പക്ഷെ ബസ് സർവീസ് ഇവിടെ ഉണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് ടൈമൊന്നും അറിയില്ല. ബസ് നമ്പർ എന്തോ 4 നമ്പറോ അങ്ങനെ എന്തോ ബസ് അവിടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെവിടെയാണ് സ്റ്റോപ്പ്, ആ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ഉണ്ട്. പക്ഷേ ടൈമിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല.
അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇനിയിപ്പോൾ പോകാനുള്ളത് മറ്റേ റൗണ്ട് ബോട്ടിൻ്റെ അടുത്താണ് ഉള്ളത് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇനി മാർക്കറ്റിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ മത്രയിൽ അത്യാവശ്യം നല്ലൊരു ഫേമസ് മാർക്കറ്റ് തന്നെയാണിത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ. ഫിഷ് വേറെ സെക്ഷനിലാണ്, പക്ഷേ ഇവിടെ ഫ്രൂട്ട്സ്, അതേപോലെ ഈത്തപ്പഴത്തിൻ്റെ എന്താ പറയുക സത്ത്, കുറേ ഐറ്റംസ് ഇവിടെ ഈ മാർക്കറ്റിൻ്റെ ഏരിയ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ما بقى علينا അടിപൊളി മാർക്കറ്റാട്ടോ. ജസ്റ്റ് എല്ലാ ഐറ്റംസും ഫിഷും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ കണ്ടപ്പോൾ ഇവർ മലയാളത്തിൽ അയില മത്തി എന്നൊക്കെ പറഞ്ഞ പോലെ തോന്നി. ഇനിയിപ്പോൾ എങ്ങനെ അറബിയിൽ എന്താ ആ മീൻ എന്ന് പറയാന്ന് നമുക്കറിയില്ല. ഈ വലിയപ്പോൾ നമ്മൾ കണ്ടപ്പോൾ അയില അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങളൊരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി വന്നിട്ട് ഞങ്ങളെ ഇവിടുത്തെ ഒരു ഏരിയകളിലൊക്കെ മാക്സിമം കവർ ചെയ്ത്. അതിൽ ഒരു ഫസ്റ്റ് പോയത് വാട്ടർ ഫ്രണ്ട് പറഞ്ഞൊരു കോഫി ഷോപ്പ് എല്ലാം ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടെ മറ്റെന്താണ് ആർട്ടിസ്റ്റുകൾ വരച്ചിട്ടുള്ള കുറേ ചിത്രങ്ങളും അത് സെയിൽ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയ ഒരു അടിപൊളി ഒരു സ്ഥലം കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒമാനിലെ ഒരുവിധം എല്ലാ ഭാഗം കാണാം, നമുക്ക് മൊത്തം കവർ ചെയ്യാം. മസ്കത്ത് ഏരിയ അത് അടിപൊളി ഏരിയ ആണ് കേട്ടത്. അവിടെ പോയി നിൽക്കുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആണ്. പോകാനുള്ളത് ഹൊക്കെയിൻ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. ഞങ്ങൾ റൂമിൻ്റെ അവിടെ നിന്ന് ഏകദേശം 102 കിലോമീറ്ററോളം പോകാനുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ടാക്സി വിളിച്ച് പോകാൻ ഒരുപാട് പ്രൈസ് വരും. അപ്പോൾ അനിയനാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടാക്കുന്നത്. അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേറെ പ്ലാനൊന്നും പറ്റില്ല, ഈ ഒരു റൂട്ടിലോട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ തന്നെ അവിടെ പോകുന്ന വഴിയിൽ ഞാൻ കണ്ട ഒരു ബോർഡ് സെയിൽസ് ഓഫ് ഫുഡ് സ്റ്റഫ്. ഇവിടെയൊക്കെ നമുക്ക് ബക്കാല എന്നൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവും. അവിടെ വെറും ഫുഡ് സ്റ്റഫ് അങ്ങനത്തെ ഐറ്റംസ് അങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുള്ള പേരുകളൊക്കെ. ഒരു വേറൊരു മെത്തേഡ്. അപ്പോൾ അത്യാവശ്യം പോകാനുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളെ ഡേ ഫുള്ള് ഇവിടെ തന്നെ ആയിരിക്കും.
ഞങ്ങൾ ഫോട്ടോ കണ്ട് വന്നതുപോലെ ഒന്നുമില്ല കേട്ടോ. ഫോട്ടോയിൽ വെള്ളം ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വെള്ളം തപ്പിയിട്ടുള്ള നടത്താണ്, കുളിക്കാൻ വേണ്ടിയിട്ടുള്ള. ഒരുവിധം വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചേ ഉള്ളൂ, നമുക്ക് കുളിക്കാനൊന്നുമില്ല, ജസ്റ്റ് കാലിട്ടിരിക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ അവിടെ വെള്ളത്തിനുള്ള സ്ഥലം. പക്ഷെ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു വെള്ളമില്ലാതെ ഇങ്ങനെ കാണലൊക്കെ ഒരു പ്രത്യേക തരം ലുക്കിൽ അങ്ങനെ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. നമ്മുടെ ഫോട്ടോസൊക്കെ ഞങ്ങൾ ഒരുപാട് എടുത്ത്, അതുപോലെ തന്നെ ഞങ്ങൾ വെള്ളം തപ്പി നടന്ന് ഫൈനലി ഞങ്ങൾക്ക് ഒരു കുളിക്കാനുള്ള സെറ്റപ്പുള്ള വെള്ളം കണ്ടു. അത് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് അറിയാവുന്ന രീതിയിൽ കുറച്ച് നീന്തൊക്കെ അറിയുള്ളൂ. അത് അങ്ങനെ വെച്ചിട്ട് നീന്തൊക്കെ പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രിയായി ഒരു ഏകദേശം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോയി. ഇന്ന് തിരിച്ച് യു എയിലോട്ട് തന്നെ പോകണം. അപ്പോൾ ജസ്റ്റ് പോകുന്ന മുമ്പായിട്ട് അവിടുത്തെ കുറച്ച് മാൾസ് ഞങ്ങൾ ജസ്റ്റ് കവർ ചെയ്ത്, അവന്യൂ മാള്, മാസ്കത്ത് ഓഫ് ഒമാൻ മാളും പിന്നെ വേറെ ഒരു മാളും കൂടി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. സോ ജസ്റ്റ് അവിടുത്തെ പോകുന്ന വരെയുള്ള ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അവിടുത്തെ മോൾസിലൊക്കെ ഒന്ന് കവർ ചെയ്ത്. അങ്ങനെ ഒമാൻ മസ്കത്ത് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നമ്മളെ നാട്ടിൽ ഐ ലവ് യു കോഴിക്കോട്, ഐ ലവ് യു തിരൂർ എന്നൊക്കെ കൊടുത്ത പോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഐ ലവ് യു ഒമാൻ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളെ ഫ്ലൈറ്റ് ഏകദേശം വിസ് എയർ അവിടെ ഓൾറെഡി ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ഇൻ ഓപ്പൺ ചെയ്ത സമയത്ത് ഞങ്ങൾ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെക്കിങ് സെക്ഷനിലോട്ട് വന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ടിക്കറ്റിൻ്റെ നമ്പർ അനുസരിച്ച് വിളിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ പോയി അകത്ത് കയറി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ ഒരു ഉറക്കെല്ലാം കഴിഞ്ഞ ഉടനെ ജസ്റ്റ് നമ്മൾ തിരിച്ച് അവിടെ യു എയിൽ എത്തിക്കഴിഞ്ഞു. വെൽക്കം ബാക്ക് അബുദാബി. പക്ഷേ ഞങ്ങൾ അബുദാബിയിൽ എത്തിയ സമയത്ത് ഞങ്ങൾ വന്ന അതേ സമയം തന്നെ ഏകദേശം 4 ഫ്ലൈറ്റോ 3 ഫ്ലൈറ്റായിട്ടോ ഒരേ സമയം വന്നു. ഭയങ്കര തിരക്കായിരുന്നു. 1.5 മണിക്കൂറോളം ഞങ്ങൾ ഇമിഗ്രേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് ഇമിഗ്രേഷൻ്റെ പരിപാടികൾ കഴിയാൻ തന്നെ 1.5 മണിക്കൂർ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരുപാട് ഡിലേ ആയിപ്പോയി. അവസാനം ഞങ്ങൾ റൂം എത്തിക്കണം. നല്ല ടയർഡ്, നേരെ പോയി ഒന്ന് കിടന്ന് ഉറങ്ങണം. ഓക്കെ.